ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് സൂപ്പർ ടേസ്റ്റിയായ പിസ്താഷ്യോ കേക്കാണ്. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഹാഫ് kg വരുന്ന പിസ്താഷ്യോ കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. ആദ്യം നമുക്ക് 5 ഇഞ്ച് വരുന്ന കേക്ക് ട്രേയിൽ ബട്ടർ പേപ്പർ ഒന്ന് ഓയിൽ ഗ്രീസ് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. 1/2 കപ്പ് മൈദ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂണിൻ്റെ പകുതി ബേക്കിംഗ് സോഡ, ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായി അരിച്ചെടുക്കുക. നന്നായി അരിച്ചെടുത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. അതിനുശേഷം നല്ല ഡ്രൈ ആയ ബൗളെടുത്ത് അതിലേക്ക് 2 മുട്ട പൊട്ടിച്ച് വയ്ക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. വൈറ്റ് കളറാകുന്നത് വരെ നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഒരു 1/4 കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. ഓയിൽ ഒഴിച്ചതിന് ശേഷം അധിക നേരം ബീറ്റ് ചെയ്യാതെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതിലേക്ക് നമുക്കിനി പിസ്തയുടെ എസൻസ് ഒരു 4 തുള്ളി ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ബീറ്ററൊന്ന് മാറ്റി വെച്ച് വിസ്ക് വെച്ചോ സ്പാച്ചുല വെച്ചോ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാലും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. മിക്സ് ആയതിനു ശേഷം സ്പാച്ചുല വെച്ച് നന്നായി ഒന്ന് അരിഭാഗത്തേക്ക് ഒന്ന് തട്ടിയിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഓയിൽ ഗ്രീസ് ചെയ്ത പാത്രത്തിലേക്ക് ഇത് സ്പാച്ചുല കൊണ്ട് നന്നായി വടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് ടാപ്പ് ചെയ്ത് നമുക്ക് വേവിക്കാനായിട്ട് വയ്ക്കാം. പത്ത് മിനിറ്റായി പ്രീ ഹീറ്റ് ചെയ്ത പാനിലേക്ക് നമുക്ക് ഇത് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് 20 to 25 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ച് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അരക്കപ്പ് പാലിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്തതാണ്. 1/4 കപ്പ് ക്രീം ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് 2 തുള്ളി പിസ്തയുടെ എസൻസും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ക്രീം നന്നായി ബീറ്റ് ചെയ്തെടുത്ത് മാറ്റി വയ്ക്കാം. ഫില്ലിങ്ങിനായി നട്ട്സും വൈറ്റ് ചോക്ലേറ്റും കൂടിയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് 3 ലെയറായി കട്ട് ചെയ്തെടുക്കാം. കേക്ക് ബോർഡിൽ ആദ്യം ക്രീം വെച്ച് കൊടുക്കുക. അതിനുശേഷം ആദ്യത്തെ ലെയർ വെച്ച് കൊടുത്ത് അത് നന്നായി പാലിൻ്റെ മിക്സിൽ നന്നായി വറ്റ് ചെയ്ത് കൊടുക്കാം. നന്നായി വറ്റ് ചെയ്തതിന് ശേഷം ക്രീം തേച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലായി നമുക്ക് നട്ട്സ് ഇട്ട് കൊടുക്കാം. വൈറ്റ് ചോക്ലേറ്റും കൂടി ഇട്ട് നന്നായി ഫിനിഷ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമുക്ക് ഓരോ ലെയറും ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ലെയറും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. ബ്രസീൽ തീമിലാണ് കേക്ക് നമ്മൾ ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത്. അടിഭാഗത്ത് യെല്ലോ കളറും മുകൾ ഭാഗത്ത് ഗ്രീൻ കളറുമാണ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നന്നായി ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുക.
നന്നായി ഫിനിഷ് ചെയ്തതിന് ശേഷം അടിഭാഗത്ത് ഇങ്ങനെ ഒരു ഡിസൈനും കൂടി കൊടുക്കുന്നുണ്ട്. മുകൾ ഭാഗത്ത് കുറച്ച് പുല്ല് പോലെ സെറ്റ് ചെയ്തിട്ട് നെയ്മറിൻ്റെ ഒരു ഫോട്ടോയും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നെയ്മറിൻ്റെ ഒരു ബനിയൻ ഫോണ്ടൻറ്റിൽ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഭാഗത്ത് 10th ഹാപ്പി ബർത്ത്ഡേ കൂടി വെച്ച് കൊടുത്ത് ഫിനിഷ് ചെയ്തു. സിമ്പിളായ നെയ്മർ തീം കേക്ക് എങ്ങനെയുണ്ടെന്ന് പറയണേ. എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.